നമസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് യൂറോപ്യൻ നാവികരുടെ പര്യവേഷണങ്ങളുടെ വിജയം അതായിരുന്നു സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ഒരു അതിവിപുലമായ ഭൂപ്രദേശത്തെ പാരതന്ത്ര്യത്തിന്റെ തടവറയിലേക്ക് നയിക്കാനിടയാക്കിയത്. 1498 വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയതോടെ സുഗന്ധദ്രവ്യങ്ങളും മറ്റ് അമൂല്യ ഭൗതിക സാഹചര്യങ്ങളും നിറഞ്ഞ അമൂല്യനിധികളുടെ ഖനിയായിരുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം അവർക്ക് സ്വന്തമാക്കാനായി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നതോടെ ബൃഹത്തായ സംസ്കാരം പാരതന്ത്ര്യത്തിന്റെ കറുത്ത നാളുകളിലേക്ക് കടന്നുപോവുകയായിരുന്നു. കാലം കടന്നുപോകവേ ബ്രിട്ടീഷിന്റെ കരാളഹസ്തത്തിലമർന്നതും കൊടിയ ദുരിതത്തിന്റെ ദിനരാത്രങ്ങളുടെ ഉദയാസ്തമനങ്ങൾ കണ്ടതും ചരിത്രം. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. കോളനിവൽക്കരണം ഒരു വിപുലമായ സംസ്കാരത്തെ തകർത്തെറിയുന്നത് പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചൂഷണം, സാംസ്കാരികമായ അധിനിവേശം തുടങ്ങിയവ മാത്രമായിരുന്നില്ല. കോളനിവൽക്കരണത്തിലൂടെ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിന്റെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾക്ക് തന്നെ കാരണമാവുകയായിരുന്നു. അതേസമയം അധിനിവേശ ശക്തികൾക്കെതിരെ ഇന്ത്യൻ ജനത ചെറുത്തുനിൽപ്പും നടത്തുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യദാഹികളായ ഇന്ത്യൻ ജനതയുടെ പ്രതികരണത്തിന്റെ തുടക്കമായിരുന്നു 1857 നടന്നത്. അതിന് കാരണമായ നാമമാണ് മംഗൾ പാണ്ഡെ. ഇന്നത്തെ ഉത്തർപ്രദേശിലെ അക്ബർപൂരിലാണ് മംഗൾ പാണ്ഡെ ജനിക്കുന്നത്. 1827 ജൂലൈ 19 അദ്ദേഹത്തിന്റെ ജനനം. 1856 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ ഗ്രാമം. അവധ് എന്ന നാട്ടുരാജ്യത്തിലായിരുന്നു ആ ഗ്രാമവും. അവധിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധീനപ്പെടുത്തിയതോടെ അന്നാട്ടുകാർ അടിമത്തത്തിലേക്ക് വീണു. അവിടുത്തെ ജനങ്ങളിൽ പലരെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ ശിപായിമാരാക്കുമായിരുന്നു. യുവാവായ മംഗൾ പാണ്ഡെയും ആ വിധം ശിപായിയായി നിയമിതനായി. 1849 മംഗൾ പാണ്ഡെ 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിൽ ശിപായിയായത്. 1855 പശ്ചിമ ബംഗാളിലെ ഗാരിസണിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എൻഫീൽഡ് റൈഫിളിൽ നിറയ്ക്കുന്ന വെടിയുണ്ടയാണ് മംഗൾ പാണ്ഡെയുടെ മനസ്സിനെ സംഘർഷത്തിലാക്കിയത്. എൻഫീൽഡ് റൈഫിളിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് വെടിയുണ്ടയുടെ അറ്റങ്ങൾ സൈനികർ കടിച്ചു മുറിക്കണമായിരുന്നു. ഗ്രീസ് പുരട്ടിയതായിരുന്നു വെടിയുണ്ടയുടെ അറ്റങ്ങൾ. എന്നാൽ വെടിയുണ്ടയുടെ ലൂബ്രിക്കന്റ് പശുവിന്റെയോ പന്നിയുടെയോ കൊഴുപ്പാണെന്ന കിംവദന്തി ശിപ്പായിമാർക്കിടയിൽ പരന്നു. സസ്യാഹാരിയായിരുന്ന മംഗൾ പാണ്ഡെ അടക്കമുള്ളവർക്ക് പശുക്കൊഴുപ്പും പന്നിക്കൊഴുപ്പും പ്രതിസന്ധി സൃഷ്ടിച്ചു. പശുവിനെ മാതാവായി കണ്ടിരുന്ന ഒരു വലിയ വിഭാഗം സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ ഇസ്ലാം മതവിശ്വാസികളായ ശിപ്പായിമാർക്ക് പന്നിക്കൊഴുപ്പും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പന്നിക്കൊഴുപ്പും പശുക്കൊഴുപ്പും മനഃപൂർവ്വം ലൂബ്രിക്കന്റാക്കിയതാണെന്ന് ശിപ്പായിമാർ വിലയിരുത്തി. ഇതോടെ അവർ പ്രക്ഷോഭത്തിനൊരുങ്ങി. 1857 മാർച്ച് 29 പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു അത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്നും ശിപ്പായി ലഹളയെന്നും മഹാവിപ്ലവമെന്നുമെല്ലാം അറിയപ്പെടുന്നതായിരുന്നു ആ പ്രക്ഷോഭം. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ബാരക്പൂർ സൈനിക താവളത്തിലായിരുന്നു മംഗൾ പാണ്ഡെ സേവനമനുഷ്ഠിച്ചിരുന്നത്. സംഘർഷത്തിലായ ദിവസം തന്റെ മേധാവി ലഫ്റ്റനന്റ് ബോഗിനെതിരെ അദ്ദേഹം വെടിയുതിർത്തു. പക്ഷേ ലഫ്റ്റനന്റ് ബോഗിന്റെ കുതിരയ്ക്കാണ് വെടിയേറ്റത്. കുതിരപ്പുറത്തു നിന്നും വീണ ബോഗിനെ മംഗൾ പാണ്ഡെ വാളുപയോഗിച്ച് ആക്രമിച്ചു. ഈ സമയം സൈനികനായ ഷെയ്ഖ് പാൾത്തു പാണ്ഡെയെ തടഞ്ഞു. സംഭവമറിഞ്ഞ സർജന്റ് മേജർ ജോയ്സി ഹെർസെ മറ്റൊരു സൈനികനായ ഇഷാരി പാണ്ഡെയോട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകി. എന്നാൽ ഇഷാരി പാണ്ഡെ ആ ഉത്തരവ് നിഷേധിച്ചു. ഈ സമയം മംഗൾ പാണ്ഡെയെ വിട്ടയക്കാൻ മറ്റു ശിപായിമാർ ഷെയ്ഖ് പാൾത്തുവിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അയാൾ അത് വിസമ്മതിച്ചു. അതിൽ പ്രകോപിതരായ ശിപായിമാർ ഷെയ്ഖ് പാൾത്തുവിനെതിരെ കല്ലെറിഞ്ഞു. സർജന്റ് മേജർ ജോയ്സി ഹെർസെ തന്റെ ഉത്തരവ് ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രകോപിതനാവുകയും ശിപായിമാർക്കെതിരെ തിരിയുകയും ചെയ്തു. തുടർന്ന് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട പാണ്ഡെ തുടർന്ന് വിചാരണയ്ക്ക് വിധേയനായി. കോടതി അദ്ദേഹത്തിന് തൂക്കുമരമായിരുന്നു വിധിച്ചത്. 1857 ഏപ്രിൽ 18 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. എന്നാൽ അത്ര ദിവസത്തോളം കാത്തിരുന്നാൽ ലഹളയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഏപ്രിൽ 8 അവർ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. തൂക്കിലേറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 29 മംഗൾ പാണ്ഡെയുടെ വധശിക്ഷയ്ക്ക് ശേഷം ഇന്ത്യയിലാകമാനം പടർന്ന കലാപത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആടിയുലഞ്ഞു. ഏറെ പണിപ്പെട്ടെങ്കിലും കലാപം അടിച്ചമർത്തപ്പെട്ടു. ഈ കലാപത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ നിയന്ത്രണം ബ്രിട്ടീഷ് രാജിലേക്ക് മാറ്റി. ശിപായി ലഹളയെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി
മംഗൽ പാണ്ഡെയെ കണക്കാക്കപ്പെടുന്നു. 1984 മംഗൽ പാണ്ഡെയോടുള്ള ആദരസൂചകമായി ഭാരത സർക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2005 ഏദൻ മേത്തയുടെ സംവിധാനത്തിലിറങ്ങിയ മംഗൽ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചലച്ചിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പുതുതലമുറയിലേക്ക് പകർത്താനുതകുന്നതുമായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.